രാവിലെ തന്നെ ഒരുത്തി മുണ്ടും പൊക്കി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി അടുക്കളയിലേക്ക് കയറിയതായിരുന്നു കേട്ടോ, ചായ ഇടുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല തുമ്മലും പനിയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണമാണ്. രാവിലെ തന്നെ നല്ല മടിയും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ അവളാണ് രാവിലെ ചായയൊക്കെ ഇട്ടത്. അപ്പോൾ ചായ ഇട്ടിട്ട് നേരെ എനിക്ക് കൊണ്ട് തരാനുള്ള തത്രപ്പാടിലാണ് കാണിക്കുന്നത് എൻ്റെ അമ്മായിയമ്മ കേട്ടോ. അപ്പം ഒരുവിധം ജോലികളൊക്കെ ചെയ്ത് ഗ്ലാസ് 2 ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇതിനകത്തുള്ള ഗ്ലാസ്സായിരുന്നു കേട്ടോ. അത് പൊട്ടിപ്പോയതാണ്. പൊട്ടിയപ്പോഴത്തേക്ക് അത് പുറത്ത് വന്നു. പിന്നെ എനിക്കാണെങ്കിൽ വിശന്ന് കേട്ടോ. ഇന്നലെ ചോറൊക്കെ ഉണ്ടെന്നാ, പക്ഷേ എന്നിട്ടും എനിക്കൊരു നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വെട്ടുകേക്ക് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതും ചായയും കൂടി കഴിച്ചു. ഇരിപ്പോഴ ദിവസം വൈകുന്നേരമായി മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് വലിയ ചീത്തയായ സാധനമൊന്നും അല്ലായിരുന്നു. അപ്പം അവളും വന്നിരുന്നുകൊണ്ട് ചായയൊക്കെ കുടിക്കുകയായിരുന്നു. ഞങ്ങളെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം ടി വി വെച്ചെന്നേ ഉള്ളൂ. അപ്പം ചെയ്യാമെന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കുട്ടികളുള്ളതല്ലേ, അവർക്ക് കൊടുക്കണ്ടേ. അവൾക്ക് ചൈത്രയ്ക്ക് പരീക്ഷ കഴിഞ്ഞു, പക്ഷെ മിത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മിത്രയ്ക്ക് ഇനി തിങ്കളാഴ്ച കൂടിയുണ്ട്. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കാരണം തലേദിവസം കഴുകി വെക്കുന്ന. പക്ഷേ എനിക്ക് തീരെ വയ്യാതെ വന്നു. ഞാനങ്ങ് കഴുകാതെ വെച്ചിരുന്നു. രാവിലെ കഴുകാമല്ലോ എന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് എച്ചിൽ കളഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഇത് അരി എന്താ കാണിക്കുന്നത് വെച്ചിട്ട്, ഇവർക്ക് മിത്രയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ. അവൾ NSSലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ അരി, പക്ഷെ നല്ല അരിയാണ് കേട്ടോ. അപ്പോൾ അധികം വേവുകയും വേണ്ട, പെട്ടെന്ന് നമുക്ക് കാര്യം സാധിക്കും. അങ്ങനെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷനിലാണ് വെക്കുന്നത്, വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇപ്പോൾ കിട്ടാൻ പാടല്ലേ. പിന്നെ ഇന്ന് പനി ആയതുകൊണ്ട് കഞ്ഞി ആക്കാമെന്ന് വെച്ചു. കഞ്ഞിയും നമ്മുടെ വൻപയറോട് ഒരുമിച്ചിട്ടിട്ട് ഞാൻ കുക്കറിലിട്ടടിക്കും. അതിനോട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കഞ്ഞി വെച്ചു. അതിനപ്പുറത്തേക്ക് വെള്ളം തിളപ്പിക്കാനും വെച്ചു. ഇതാണെങ്കിൽ നമ്മുടെ എന്താണെന്നറിയാമല്ലോ, കൂർക്ക മെഴുക്കുവരട്ടി. അവിടെ അച്ഛൻ്റെ അമ്മയ്ക്കകത്ത് ഉർവശി പറയാറില്ല കൂർക്ക മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാം, അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ ഫുൾ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി പച്ചരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു വൈകിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കൂർക്കയില്ലേ, അത് ഞാൻ മെഴുക്കുവരട്ടി വെക്കാനായിട്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്തോടാ ചടപട എല്ലാം കൂടെ ഉരുണ്ട് പെറുക്കി വീണ് കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് വെച്ചിരുന്ന ഫോണായിരുന്നു, ഉരുണ്ട് വീണ്. എന്തായാലും കാര്യമായി ഗ്യാസിൻ്റെ പുറത്ത് വീഴാൻ. അപ്പോൾ ഞാൻ സവാള ഇട്ട് വഴറ്റി കുക്കറിൽ എന്താണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എളുപ്പ പരിപാടിക്കാണ്. അപ്പോൾ സവാളയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഞാൻ കൂർക്ക ഇട്ടിട്ട് അടിച്ച് വേവിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. കാരണം തവയിലൊക്കെ വെക്കുമ്പോൾ പറഞ്ഞ പോലെ ഗ്യാസിൽ ആവിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. 3 വിസിലേ അടിച്ചുള്ളൂ. 3 വിസിലടിച്ച് വെന്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചൈത്രയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് കഞ്ഞി കുടിക്കുകയാണ്. വെള്ളനാരങ്ങ വെള്ളനാരങ്ങ അച്ചാറിട്ടതും കഞ്ഞിയും കൂടി കുടി. അത് കഴിഞ്ഞ് അവളെയും കൊണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടാക്കി. ഇത്രയേ ഉള്ളൂ വീഡിയോസ്. ടാറ്റാ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.